നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ മെസ്സേജസ് നിങ്ങൾക്കായിട്ട് എന്താണെന്ന് നോക്കാം. ഒറാക്കിളും ഉണ്ട്, ടാരോ ഉണ്ട് കേട്ടോ. കുറേശ്ശെ എടുത്തിട്ട് പറഞ്ഞു തരാം. എടുക്കുകയാണേ. ആദ്യം ഒറാക്കിൾ നോക്കാം. ദ വേ ഐ ഹാവ് ട്രീറ്റഡ് യു വാസ് റോങ്. നിങ്ങളുടെ അടുത്ത് അവർ പെരുമാറിയ രീതി തെറ്റായിരുന്നു എന്നവർക്ക് തോന്നുന്നു കേട്ടോ. ഐ എം ഒബ്സെസ്ഡ് വിത്ത് യു. ഡെവിളിൻ്റെ എനർജി ആയിട്ടാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് അവർ ഒബ്സെസ്ഡ് ആണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഐ കുഡ് ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ. അവർക്ക് അവരെ തന്നെ അവരുടെ സ്വഭാവം മാറ്റാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നവർ പറയുകയാണ്. ഐ എം സ്കെയർഡ് ഓഫ് റിജക്ഷൻ. നിങ്ങളെ പ്രപ്പോസ് ചെയ്താൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്നവർക്ക് ഭയമുണ്ട്. വൈ ഇസ് ഇറ്റ് ദാറ്റ് യു ലവ് മീ. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത്? വൈ ഡു ഐ ഡിസേർവ് സമ്മൺ ലൈക്ക് യു. നിങ്ങളെപ്പോലെ ഒരാളെ അവരെ ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും അവർക്ക് ഡൗട്ടാണ്. ഓക്കെ, അടുത്ത ടാരോ 3 ഓഫ് വാൻസ്. ഡെവിൾ കണ്ടോ, ഡെവിളിൻ്റെ കാർഡ് വീണ്ടും വന്നു. പേജ് ഓഫ് വാൻസ്, ജഡ്ജ്മെൻറ്റ്, 2 ഓഫ് കപ്സ്, കിങ് ഓഫ് സ്വാർഡ്സ്. ഓക്കെ, ചിലരെങ്കിലും ഈഗോ പ്രശ്നം മൂലം നിങ്ങളുടെ അടുത്ത് ഒന്ന് വഴക്കിട്ട് മാറി നിൽക്കുകയായിരിക്കണം. പക്ഷേ അത് അവർക്ക് മനസ്താപം ഉണ്ട് ആ കാര്യത്തിൽ കേട്ടോ. നിങ്ങളുടെ അടുത്ത് പറയാൻ പാടില്ലാത്ത രീതിയിൽ എന്തെങ്കിലും പറഞ്ഞ് കാണും, ദേഷ്യപ്പെട്ട് കാണും. അതുകൊണ്ടും കൂടിയാണ് അവിടെ ഡെവിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്. എന്ത് തന്നെ ആയാലും നിങ്ങളെ മറക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തോട് മാപ്പ് ചോദിച്ചിരുന്നു നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങളോടങ്ങനെ സംസാരിച്ചു പോയതിൽ അവർക്ക് മനോവിഷമമുണ്ട്. അതിന് ദൈവത്തോട് മാപ്പ് ചോദിച്ചിരുന്നു കേട്ടോ. ഒരു ഫോൺസ് വെച്ച് ലോങ് ഡിസ്റ്റൻസും ആയിരിക്കാം. ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ഈഗോ എല്ലാം മാറ്റിവെച്ച് അവർ നിങ്ങളുടെ അടുത്ത് ഒരു കോണ്ടാക്റ്റുമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. റീയൂണിയൻ ചോദിച്ചുകൊണ്ടുള്ളൊരു കോണ്ടാക്റ്റ് ആയിരിക്കും അത് കേട്ടോ. അടുത്ത ഒരു 2-3 ദിവസത്തിനകം ഒരു റീയൂണിയൻ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ.